ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ KG ടൈംസ് മലയാളം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ബുക്ക് റിവ്യൂ ആണ് കേട്ടോ. അതായത് നിങ്ങൾക്കൊക്കെ ബുക്ക് വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിലോ, ഇനി അതല്ല നിങ്ങളൊരു ബിഗിനറാണ്, ഒരു ബുക്കിൽ നിന്ന് വായിച്ചു തുടങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിലോ വായിക്കാൻ പറ്റിയ അടിപൊളി ഒരു ബുക്കിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഇതൊരു ഹൊറർ നോവൽ ആണ് കേട്ടോ. അതായത് ഇങ്ങനെ ഹൊറർ ആയിട്ടുള്ള ത്രില്ലേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കും വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി നോവലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്താന്ന് ആദ്യം ഒന്ന് കാണിച്ചു തരാവേ. നിങ്ങൾക്ക് പൊതുവേ ഉള്ള മലയാളം ഹൊറർ നോവൽസ് അല്ലെങ്കിൽ ഹൊറർ ബുക്സിലൊക്കെ കാണുന്ന ഒരു ക്ലീഷേ സംഭവങ്ങൾ ഒന്നുമില്ലാത്ത, അതായത് നമ്മളിപ്പോൾ ഒരു ഹൊറർ മൂവീസ് അല്ലെങ്കിൽ ഒരു ഹൊറർ നോവലൊക്കെ വായിക്കുമ്പോൾ ഈ ഹൊറർ മൂവീസ് കാണുന്ന ഒരു ത്രില്ല് നമുക്ക് ആ ഒരു ബുക്കിൽ നിന്ന് മലയാളത്തിലധികം കിട്ടാറില്ല. നമ്മൾ ഇംഗ്ലീഷ് ഹൊറർ നോവൽസ് ഒക്കെ വായിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഭയങ്കര ത്രില്ലിങ്ങും ഒക്കെ ആയിരിക്കും. എന്നാൽ അത് മലയാളത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ക്ലീഷേ ആയിട്ടാണ് പലതും തോന്നാറുള്ളത് അല്ലേ. അപ്പോൾ അതിനെയൊക്കെ മാറ്റി മറിച്ചുകൊണ്ട് എന്നാൽ വലിയ ക്ലീഷേ കാര്യങ്ങളൊന്നും അല്ലാതെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു തലമുറയിൽ കണ്ടുവരുന്ന ചില സംഭവങ്ങളുമായിട്ട് അല്ലെങ്കിൽ ചില ന്യൂസുമായിട്ടൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഹൊറർ ത്രില്ലർ ആയിട്ടുള്ള ഒരു നോവലാണ് കേട്ടോ. അപ്പോൾ ഈ നോവൽ വരുന്നത് ഇതാണ് കേട്ടോ സംഭവം. നിങ്ങൾക്കിപ്പം തല തിരിച്ചാണ് കാണുന്നത്. ഇതെന്ന് പറയുന്നത് കറുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു നോവലാണ് കേട്ടോ. SK ഹരിനാഥിൻ്റെ ആണ് നോവൽ വരുന്നത്. കറുത്തച്ഛൻ എന്നാണ് ഈ ഒരു ബുക്കാണ് സംഭവം. ഇതിന് 310 rupees ആണ് വരുന്നത്. എന്നാലും ഓഫറുകളൊക്കെ കിട്ടാറുണ്ട്. ആമസോണിലൊക്കെ ഇത് വാങ്ങാൻ കിട്ടും കേട്ടോ. ഈ ഒരു നോവൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ബുക്സ് ആണ് കേട്ടോ. അപ്പം ഈ ഒരു നോവലിൽ ആദ്യം തന്നെ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വായിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഈ നോവലിലേക്ക് എന്താണുള്ളത് എന്നൊന്ന് കിടക്കാട്ടോ. അപ്പൊ ഇതിൽ ആദ്യം തന്നെ നമ്മൾക്ക് ഒരു ആമുഖം എന്ന രീതിയിൽ കുറച്ച് നോട്ടുണ്ട്. അതിൽ എനിക്ക് വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആഹാ ഈ സംഭവം ഉള്ളതാണല്ലോ എന്ന് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ആദ്യം വായിച്ചു തരാൻ പോകുന്നത്. സാങ്കല്പികവും അജ്ഞാതവുമായ പലതിനോടുമുള്ള ഭയമാണ് എക്കാലവും നിലനിൽക്കുന്നതും മനുഷ്യരെ വിടാതെ പിന്തുടരുന്നതും. അത് ഏത് സമയത്ത് വേണമെങ്കിലും മനുഷ്യ മനസ്സുകളിൽ തലപൊക്കാം. ആത്യന്തികമായി പറഞ്ഞാൽ മരണവും മരണാനന്തരമായ കാര്യങ്ങളുമായി കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്നതാണ് ആ ഭയം. ഭാവനകൾക്ക് അതിസാദിത്യവും സ്വാതന്ത്ര്യമുള്ള ഒന്നാണല്ലോ മരണാനന്തര ജീവിതം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ സാങ്കല്പ ശക്തിക്കനുസരിച്ച് അതേപറ്റി ചിന്തിച്ചു കൂട്ടാറുമുണ്ട്. എന്ന് മാത്രമല്ല പ്രേതങ്ങളും ആത്മാക്കളും ഒക്കെയുമായി സാങ്കല്പിക രൂപങ്ങൾ വിഹരിക്കുന്ന കഥകൾ കേൾക്കാനും ഭയം അനുഭവിക്കാനും ഒരു പരിധിവരെ താല്പര്യപ്പെടുന്നുമുണ്ട്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നോവൽ തന്നെയാണ് ഇതിൽ കുറേ ഉണ്ട് കേട്ടോ ആമുഖമായിട്ട്. പക്ഷെ എന്നാൽ എനിക്ക് ആദ്യം ഫസ്റ്റ് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിന് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ ഈ ഒരു നോവലിന്റെ ഒരു സംഭവം എന്താന്ന് വെച്ചാൽ, ഐറിൻ എന്നുള്ളൊരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്യുകയും അത് അന്വേഷിച്ചു പോകുന്ന സുഹൃത്തായ ഷിഫീഖ് എന്നൊരു പയ്യന്റെയും കഥയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അതായത് ഐറിൻ എന്നുള്ളൊരു പെൺകുട്ടി ഒരു നിരീശ്വരവാദി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ. അപ്പൊ ആളുടെ ബുക്ക് എഴുതുന്നതിന്റെ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഹോണ്ടഡ് പ്ലേസുകളിൽ പോയിട്ട് അതിലെ അനുഭവങ്ങളായിരുന്നു എഴുതിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഹോണ്ടഡ് പ്ലേസ് ആയ കാടിന്, അതായത് ഭയങ്കരമായ കാടിന് അകത്തുള്ള ഒരു കറുത്തച്ഛൻ മേടുന്ന സ്ഥലത്തിൽ പോവുകയും അവിടെ നിന്ന് ഉണ്ടായ ചില ദുരനുഭവങ്ങളും ഒരു പ്രേതാനുഭവങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ ഒരു ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് ഐറിന് സംഭവിച്ചത് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ബുക്കിൽ പറയുന്നത്. അപ്പൊ ഇത് അന്വേഷിച്ചു പോകുന്ന ഷെഫീഖിന് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന ചില വിവരങ്ങളും ഷെഫീഖിന് കൂട്ടായി പാരാനോർമൽ ആക്ടിവിറ്റീസിൽ പ്രവർത്തിച്ചു വരുന്ന പ്രൊഫസർ നോഷിയും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് കൂട്ടായിട്ട് ഒരു യാത്രയുടെ മധ്യത്തിൽ നിന്ന് എത്തിച്ചേരുന്ന ഈ ഒരു നോഷിയുടെ ഫ്രണ്ടായ ഭവേഷും പിന്നെ ഫാദർ ലൂയിസും ഫാദർ സൈമനും കൂടെ ചേർന്ന് നടത്തുന്ന ഒരു യാത്രയും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും അത് എത്തി നിൽക്കുന്ന കറുത്തച്ഛൻ മേടും ഒക്കെയാണ് കേട്ടോ ഈ ഒരു കഥയിലുള്ളത്.
പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഭയങ്കരമായിട്ട് ഇതിലുള്ള ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിനെ ഭയങ്കരമായി സ്വാധീനിക്കും കേട്ടോ. അതായത് നമ്മൾ ഈ ഒരു നോവൽ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം ഫ്രീ ടൈം കൊണ്ട് തന്നെ നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു നോവലാണ്. പക്ഷേ ഇതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. കാരണം നമ്മളിൽ ഒരാളായിട്ട് തന്നെ നമുക്ക് തോന്നുന്ന കുറേ ആൾക്കാരാണ്. അതും നമ്മളിൽ അത്രയും അടുത്ത് നിൽക്കുന്ന കുറേ ആൾക്കാരായിട്ട് തോന്നും കേട്ടോ നമുക്ക്. മാത്രമല്ല ഇതിൽ ഓരോ ഡീറ്റെയിലിങ്ങിലും ഓരോ സ്ഥലങ്ങളാണെങ്കിലും ഓരോ ആൾക്കാരുടെ നോട്ടമാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളാണെങ്കിലോ എല്ലാം നമുക്ക് ഇമാജിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് നമ്മളൊരു ഫിലിം കണ്ട് തീർക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിൽ ഓരോ സംഭവങ്ങളും ഓരോ സ്ഥലത്ത് നമ്മൾ ചെല്ലുമ്പോൾ എത്തി നിൽക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങും ഒക്കെ നമുക്ക് ഭയങ്കരമായ രീതിയിൽ ഇമാജിൻ ചെയ്ത് നമുക്ക് ആസ്വദിച്ച് വായിക്കാൻ പറ്റുന്ന ഒരു നോവലാണ്. മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ മെയിനായിട്ട് വരുന്ന ഒരു ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഹൊറർ ആയിട്ടുള്ള പല സംഭവങ്ങളും നമ്മളെ ചെറുതായിട്ടൊന്ന് പേടിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു നോവലാണ് കേട്ടോ ഇത്. അതായത് അത്രത്തോളം ത്രില്ലടിപ്പിച്ച് വായിക്കാൻ പറ്റുന്ന ഒരു നോവലാണ്. ചെറിയൊരു പേടിയും ഒരു ഉത്കണ്ഠയും ഒരു ജിജ്ഞാസയോടൊക്കെ കൂടി തന്നെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു നോവലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10ൽ ഒരു 8.5 to 9 നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നോവലാണ്. ഒരു ഹൊറർ നോവൽ വായിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഒരു സജഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.